ഹായ്, ഞാൻ ഷിഫ. മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അസുഖം തന്നെയാണ് പൈൽസ്. അല്പം ജാള്യതയോടെ മാത്രം നാം പറഞ്ഞു ശീലിച്ച ഈ രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. വെൽക്കം ടു അൽ ഷിഫ ഗെറ്റ് വെൽ സൂൺ. പൈൽസ് രോഗത്തെ തക്ക സമയത്ത് ചികിത്സിക്കാതിരിക്കുകയും റബ്ബർ ട്യൂബ് പോലുള്ള താൽക്കാലിക പ്രതിവിധികളിലൂടെ ചികിത്സ വൈകിപ്പിക്കുകയും ചെയ്യുന്ന ശീലമാണ് നമുക്കുള്ളത്. ഈയിടെ എന്റെ സുഹൃത്ത് ഡോക്ടർ രാഹുൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. ഹലോ ഡോക്ടർ രാഹുൽ, എന്താ ഇവിടെ? ഞാൻ ഇവിടെ എന്റെ ഒരു കൊളീഗിനെ കാണാൻ വന്നതാ. അൺഫോർച്ചുനേറ്റ്ലി എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഓ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ കാൻ ഓഫർ യു എ ലിഫ്റ്റ്. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. സീറ്റിലൊരു റബ്ബർ ട്യൂബ് കണ്ടു. ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഡോക്ടറോട് തുറന്നു പറയാമല്ലോ, എനിക്ക് പൈൽസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ട്യൂബ് വെച്ചിരിക്കുമ്പോഴാ ആകെ ഒരു ആശ്വാസം. പൈൽസ് ഒരു മാറാരോഗമോ ഒരു രണ്ടാം തരം അസുഖമോ ഒന്നുമല്ല. നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്നതും ആർക്കും വരാവുന്നതുമായ ഒരു അസുഖമാണ്. ഡോക്ടറുടെ അടുത്ത് കാണിക്കാനുള്ള എന്റെ മടി കണ്ടപ്പോ ഒരു സുഹൃത്ത് ഉപദേശിച്ചതാ ഈ റബ്ബർ ട്യൂബ്. കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖം മാത്രമാണ് പൈൽസ് എന്ന അറിവാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. നേരത്തെ ഡയഗ്നോസ് ചെയ്താൽ തിരികെ വരാത്ത വിധം പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു അസുഖം മാത്രമാണ് പൈൽസ്. കണ്ടില്ലേ, ഇതാണ് മിസ്റ്റർ അലക്സിന്റെ അനുഭവം. മിക്ക രോഗത്തിന്റെയും കാരണം നമ്മുടെ മാറുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല. തക്ക സമയത്തെ ചികിത്സ കൊണ്ട് പൈൽസ് പൂർണ്ണമായും ഭേദമാക്കാം. അതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വീണ്ടും കാണും വരേക്ക് ദിസ് ഈസ് ഷിഫ സൈനിങ് ഓഫ്.